വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോഹാബ്. സോ ഇന്ന് നമ്മൾ ചാപ്റ്റർ 3 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അതായത് നിങ്ങൾക്ക് നീറ്റ് ലെവൽ ആവശ്യമുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിനെ കുറിച്ചും കൂടുതലായിട്ട് അറിയണമെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ഓരോ ടോപ്പിക്കിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് +2 ബയോളജി എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ആ ചാപ്റ്റർ വൈസ് ഉള്ള പ്ലേലിസ്റ്റിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ മാത്രമേ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫാദർ ഓഫ് ജെനറ്റിക്, അതായത് മെൻഡലാണ് ആര് ജെനറ്റിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് മെൻഡലാണ്. ഓക്കെ, അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ ജെനറ്റിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് മോർഗൻ ആണ്. ഓക്കെ, ആൻഡ് മോഡേൺ ജെനറ്റിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് W. ബേറ്റ്സൺ ആണ്. ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത് മെൻഡലും, ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ ജെനറ്റിക്സ് എന്ന് പറയുന്നത് മോർഗനും, ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ് എന്നറിയപ്പെടുന്നത് W. ബേറ്റ്സൺ ആണ്. ഓക്കെ, ഇനി എന്താണ് ജെനറ്റിക്സ്? ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഹെറിഡിറ്റിനെ കുറിച്ചും വേരിയേഷനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ജെനറ്റിക്സ്. അപ്പോൾ ഈ ഒരു ജെനറ്റിക്സ് എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് W. ബേറ്റ്സൺ ആണ്. ഓക്കെ, ഇനി ഈ ഒരു പുന്നറ്റ് സ്ക്വയർ കണ്ടെത്തിയത് ആരാണ്? R.C. പുന്നറ്റ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് പുന്നറ്റ് സ്ക്വയർ പറ്റി കണ്ടെത്തിയത്. ഇനി ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആരുടെയാണ്? സട്ടൺ ആൻഡ് ബോവറിയുടെയാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ഇനി മെൻഡലിൻ്റെ വർക്ക് റീഡിസ്കവർ ചെയ്ത ആരാണ്? ഡീവ്രീസും ടെഷ്മാർക്കും കോറൻസും. ഇവർ മൂന്നുപേരും കൂടിയാണ് മെൻഡലിൻ്റെ വർക്ക് റീഡിസ്കവർ ചെയ്തത്. ഓക്കെ, ഇനി ലിങ്കേജ് എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് ആരാണ്? ലിങ്കേജ് കൊണ്ടുവന്നത് T.H. മോർഗൻ ആണ്. ഓക്കെ, ഇനി എക്സ് ബോഡി എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് ഹെങ്കിങ് ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ബോഡി എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് ഹെങ്കിങ് ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഈ ഒരു ജെനറ്റിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് മെൻഡലാണ്, എക്സ്പെരിമെൻ്റൽ ജെനറ്റിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് മോർഗൻ ആണ്, മോഡേൺ ജെനറ്റിക്സിൻ്റെ ഫാദറാണ് ബേറ്റ്സൺ. ഓക്കെ, ഇനി ജെനറ്റിക്സ് എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് W. ബേറ്റ്സൺ ആണ്. ഓക്കെ, ഈ പുന്നറ്റ് സ്ക്വയർ കണ്ടെത്തിയത് R.C. പുന്നറ്റ് ആണ്. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ആരുടെയാണ്? സട്ടൺ ബോവറിയുടെയാണ്. മെൻഡലിൻ്റെ വർക്ക് റീഡിസ്കവർ ചെയ്ത ആരൊക്കെയാണ്? ഡീവ്രീസ്, ടെഷ്മാർക്ക് ആൻഡ് കോറൻസ്. ലിങ്കേജ് എന്ന് പറയുന്ന ടേം കൊണ്ടുവന്ന T.H. മോർഗൻ ആണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് ഡ്രോസോഫിലുള്ള ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എക്സ് ബോഡി എന്ന് പറയുന്ന ഇത് കണ്ടെത്തിയത് ഹെങ്കിങ് ആണ്. എക്സ് ബോഡി എന്ന് പറയുന്ന ടേം കണ്ടെത്തിയത് ഹെങ്കിങ് ആണ്. ഇനി അടുത്തത് അല്ലീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്ടർനേറ്റീവ് ഫോം ഓഫ് ജീൻ ലൊക്കേറ്റഡ് ഓൺ സെയിം പൊസിഷൻ ഓൺ ദ ഹോമലോഗസ് ക്രോമസോം. അതായത് എന്താണ്? ജീനിന്റെ അൾട്ടർനേറ്റീവ് ഫോമിനെയാണ് അല്ലീൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലീൽസ് പെയർ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി ഫിനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ അപ്പിയറൻസ് ഓഫ് ഓർഗാനിസം. ഒരു ഓർഗാനിസം അതിന് ഹൈറ്റ് ഉണ്ടോ, അതിന് ഹൈറ്റ് കുറവാണോ, അതിന്റെ ഫ്ലവർ കളർ എന്താണ്, അതിന്റെ ഷേപ്പ് എന്താണ്, അങ്ങനെയുള്ള എക്സ്റ്റേണൽ അപ്പിയറൻസിനെയാണ് ഫിനോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളത് ജെനറ്റിക്കലി എഴുതൂലേ? ഇപ്പോൾ ടോൾ ആണെങ്കിൽ ക്യാപിറ്റൽ ടി എന്നോ അല്ലെങ്കിൽ ക്യാപിറ്റൽ T സ്മോൾ t എന്ന് പറഞ്ഞാൽ നമ്മൾ ടോളിനെ റെപ്രസെന്റ് ചെയ്ത് അങ്ങനെ എഴുതാറുണ്ട്. ഇനി അതിന് ഹൈറ്റ് കുറവാണെങ്കിൽ നമ്മൾ സ്മോൾ ടി എന്നൊക്കെ എഴുതൂല. അങ്ങനെ ആ രീതിയിൽ എഴുതുന്നതിനാണ് ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓർഗാനിസത്തിന്റെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെയാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹെറിഡിറ്റി? ദ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടർ അക്രോസ് ജനറേഷൻ. അതായത് നമ്മളുടെ കുറച്ച് ക്യാരക്ടേഴ്സ് നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കുന്നു, അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ക്യാരക്ടേഴ്സ് പോകുന്നതിനെയാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ഇൻ ഇൻഡിവിജ്വൽ ഓഫ് സെയിം സ്പീഷീസ്. അതായത് ഇപ്പോൾ എനിക്കൊരു പ്രോജനി, ഇപ്പോൾ എനിക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയിൽ നിന്ന് എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതിനെയാണ് എന്തെന്ന് വേരിയേഷൻ സംഭവിച്ചെന്ന് പറയുക. ഓക്കെ, അതേ സമയത്ത് ക്ലോൺ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആ ഒരു ഐഡന്റിക്കൽ ആയിക്കുള്ളൂ, പാരൻസിന്റെ ഐഡന്റിക്കൽ ആയിക്കുള്ളൂ ക്ലോൺ എന്ന് പറയുന്നത്. വേരിയേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു ഇൻഡിവിജ്വൽ നന്നായിട്ട് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഡിഫറൻസ് ഇൻ ഇൻഡിവിജ്വൽ ഓഫ് സെയിം സ്പീഷീസിനെയാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. ഇനി മെൻഡലിന്റെ വർക്ക് എത്ര വർഷം ഉണ്ടായിരുന്നു? 1856 മുതൽ 1863 വരെയായിരുന്നു അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 1856 മുതൽ 1863 വരെയാണ് അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തത്. ഇനി മെൻഡലിന്റെ എക്സ്പെരിമെന്റ് സക്സസ് ആയിരുന്നു. കാരണം എന്താണ്? അദ്ദേഹം ഒരു സമയത്ത് 1-2 ക്യാരക്ടേഴ്സ് മാത്രമേ എടുത്തിരുന്നുള്ളൂ. അതായത് ഇപ്പോൾ ചിലപ്പോൾ ആ ഒരു പീ പ്ലാന്റിലായിരുന്നു ചെയ്തിരുന്നത്, നമുക്കറിയാലോ. അപ്പോൾ പീ പ്ലാന്റിന്റെ ഹൈറ്റ് അറ്റ് എ ടൈം ഹൈറ്റ് മാത്രമാണ് അദ്ദേഹം നോക്കിയിരുന്നത്, അല്ലെങ്കിൽ ഹൈറ്റും അതിന്റെ കൂടെ തന്നെ ഫ്ലവറിന്റെ കളർ നോക്കിയിരുന്നു,
അല്ലെങ്കിൽ ഫ്ലവറിന്റെ പോട്ട് ഷേപ്പ്, അങ്ങനെ ഓരോ രീതിയിൽ അറ്റ് എ ടൈം ഒന്നോ രണ്ടോ ക്യാരക്ടർ മാത്രമേ അദ്ദേഹം നോക്കിയിരുന്നുള്ളൂ. പിന്നെ അദ്ദേഹം മാത്രമല്ല ഈ ബയോളജിക്കൽ ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സുകൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ സ്റ്റാറ്റിക്കൽ റെക്കോർഡ് അദ്ദേഹം കീപ്പ് ചെയ്തിരുന്നു. ഇനി പീ പ്ലാന്റ് സെലക്ട് ചെയ്യാൻ കാരണം അതിന് സെൽഫ് പോളിനേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഷോർട്ട് ലൈഫ് സൈക്കിളാണ്, കുറേ മൾട്ടിപ്പിൾ ട്രൈറ്റ്സ്, അതായത് 7 കോൺട്രാസ്റ്റിംഗ് പെയേഴ്സ് ക്യാരക്ടേഴ്സ് കാണിക്കുന്നതാണ് ഈ പീ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ ഒരു 7 ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതൊക്കെയായിരുന്നു? സീഡ് ഷേപ്പ്, സീഡ് കളർ, ഫ്ലവർ കളർ, പോട്ട് ഷേപ്പ്, പോട്ട് കളർ, ഫ്ലവറിന്റെ പൊസിഷൻ, സ്റ്റെം ഹൈറ്റ്, ഇതൊക്കെയായിരുന്നു ആ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെന്റൽ പ്രപ്പോസ് 2 ജനറൽ റൂൾസ് ടു അണ്ടർസ്റ്റാൻഡ് മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ അതായത് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ അവിടെ ആകെ ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് മാത്രമേ നോക്കുള്ളൂ. അതായത് ഇപ്പോൾ ഒന്നിലെ ഹൈറ്റ് മാത്രം, ഫ്ലവറിന്റെ ഹൈറ്റ് മാത്രം, അല്ലെങ്കിൽ പോഡിന്റെ ഷേപ്പ് മാത്രം, അല്ലെങ്കിൽ ഫ്ലവറിന്റെ പൊസിഷൻ മാത്രം, അല്ലെങ്കിൽ സ്റ്റെമ്മിന്റെ ഹൈറ്റ് മാത്രം, അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം മാത്രമേ ഒരു കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ മാത്രമേ നോക്കുന്നതാണ്. അങ്ങനെ ഒരു ക്രോസ് ആണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. എന്തായാലും മോണോ ഹൈബ്രിഡ് ക്രോസ് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം 2 റൂൾസ് കൊണ്ടുവന്നിരുന്നു. അതാണ് ലോ ഓഫ് ഡോമിനൻസും അതുപോലെ തന്നെ ലോ ഓഫ് സെഗ്രിഗേഷൻ. ഏതൊക്കെയാണ്? ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഇനി മോണോ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ, ഏതെങ്കിലും ഒരു കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ആയിരിക്കുള്ളൂ. അപ്പൊ ഡൈ ഹൈബ്രിഡ് എന്ന് പറയുന്നത് 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ട്രൈ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ 3 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടാകും. ഇനി എന്താണ് ലോ ഓഫ് സെഗ്രിഗേഷൻ നോക്കാം. അല്ലീൽസ് ഡു നോട്ട് ഷോ എനി ബ്ലെൻഡിങ് ആൻഡ് സെപ്പറേറ്റ് ആൻഡ് സെഗ്രിഗേറ്റ് വെൻ ദ ഹൈബ്രിഡ് ഫോം ഗ്യാമേറ്റ്. അതായത് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ അല്ലീൽസ് ഒരിക്കലും ബ്ലെൻഡ് ചെയ്യുക, ഫ്യൂസ് ചെയ്യുക ചെയ്യില്ല. പകരം എന്ത് ചെയ്യും? അവർ സെഗ്രിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് പോകും. ഏത് സമയത്ത്? ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് അവർ സെപ്പറേറ്റ് ചെയ്ത് പോകും. അതിനെയാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലോ ഓഫ് ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഓഫ് ഡൊമിനൻസ് ദ ക്യാരക്ടേഴ്സ് കൺട്രോൾഡ് ബൈ ഫാക്ടേഴ്സ്. അപ്പൊ ഓരോ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പെയർ ആയിട്ടാണ്. അതായത് മെന്റലിയൻ ജീനിനെയാണ് ഫാക്ടർ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോഴാണ് മോഡേൺ ടേം ആണ് ജീൻ. ഈ ഫാക്ടറിനെ നമ്മളിപ്പോൾ പറയുന്നത് ജീൻ എന്നാണ്. മെന്റലിയന്റെ ടൈമിൽ അതിനെ ഫാക്ടർ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഓരോ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ഫാക്ടേഴ്സ് ആണ്. ഈ ഫാക്ടേഴ്സ് എന്താണ്? പെയർ ആയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ഡിസിമിലർ പെയർ എടുക്കുകയാണെങ്കിൽ ഒരു പെയർ ഡോമിനന്റും മറ്റേ പെയർ റെസിസീവ് ആയിക്കോളും. അപ്പൊ ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ പറയുന്നത് എന്താണ്? അതിൽ ഒരു ജനറേഷൻ ഒരു അല്ലീൽ എന്ന് പറയുന്നത് ഡോമിനന്റ് ആയിരിക്കും, മറ്റേത് റെസിസീവ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഈ ലോ ഓഫ് ഡോമിനൻസ് പാലിക്കാത്ത 2 കാര്യങ്ങളാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസും അതുപോലെ തന്നെ കോ ഡോമിനൻസും. ഓക്കെ, അപ്പൊ ലോ ഓഫ് ഡോമിനൻസ് പറയുന്നത് ഒരെണ്ണം എക്സ്പ്രസ് ചെയ്യും, F1 ജനറേഷൻ വരുമ്പോൾ ഒരാൾ എക്സ്പ്രസ് ചെയ്യും, മറ്റേത് റെസിസീവ് ഫോമിലായിരിക്കും എന്നാണ്. അത് ലോ ഓഫ് ഡോമിനൻസ് നോക്കാത്ത ആൾക്കാരാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസും അതുപോലെ തന്നെ കോ ഡോമിനൻസ്. ഇനി ലോ ഓഫ് സെഗ്രിഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്തത് മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. അത് വയലേറ്റ് ചെയ്യുന്നത് നോൺ ഡിസ്റ്റിങ്ഷൻ. ഇനി എന്താണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നോക്കുക. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡൈ ഹൈബ്രിഡ് ക്രോസ് വഴിയാണ്. അതായത് വെൻ 2 പെയർ ഓഫ് ട്രൈറ്റ്സ് ആർ കമ്പൈൻഡ് ഇൻ എ ഹൈബ്രിഡ്, സെഗ്രിഗേഷൻ ഓഫ് 1 പെയർ ഓഫ് ക്യാരക്ടർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് അതർ പെയർ ഓഫ് ക്യാരക്ടർ. അതായത് 2 പെയർ ഓഫ് ട്രൈറ്റ്സ് ആണ് കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പെയർ എന്തായാലും മറ്റേ പെയറിനെ നോക്കാതെ ആയിരിക്കും സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അതിന് എക്സെപ്ഷൻ ആണ് ലിങ്കേജ്. ഓക്കെ, ഇപ്പൊ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് എക്സെപ്ഷൻ ആണ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നോക്കുക. അതായത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റെഡ് ഫ്ലവർ ഉണ്ട്, അതുപോലെ തന്നെ റെസിസീവ് കണ്ടീഷനിൽ വരുമ്പോൾ വൈറ്റ് ഫ്ലവേഴ്സ്. അപ്പൊ റെഡ് ഫ്ലവർ ഉണ്ട്, വൈറ്റ് ഫ്ലവർ ഉണ്ട്. ഈ റെഡും വൈറ്റും കൂടി ചേരുമ്പോൾ നമ്മൾ വിചാരിക്കും ലോ ഓഫ് ഡോമിനൻസ് അനുസരിച്ച് എന്താണ്, ഒരാൾ ഡോമിനന്റ് ആയിക്കുള്ളൂ, മറ്റാൾ റെസിസീവ് ആയിട്ടായിരിക്കുള്ളൂ F1 ജനറേഷൻ കാണിക്കണേന്നാണ് ലോ ഓഫ് ഡോമിനൻസിൽ പറയുന്നത്. പക്ഷെ ഇത് രണ്ടും അല്ല. അതായത് ഇവിടെ ഡോമിനന്റ് ആയിട്ടുള്ളവരെ പോലും എക്സ്പ്രസ് ചെയ്തിട്ടില്ല, പകരം ഇവർക്ക് രണ്ടിലും ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരാളാണ് F1 ജനറേഷനിൽ വന്നത്. അതാണ് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത്. F1 ജനറേഷൻ ഈസ് ഡിഫറെന്റ് ഫ്രം ബോത്ത് ദ പാരന്റ്സ്. ഓക്കെ, ആ പാരന്റ്സിൽ നിന്ന് 2 പാരന്റ്സിൽ നിന്നും ഡിഫറെന്റ് ആയിരുന്നു F1 ജനറേഷൻ എന്ന് പറയുന്നത്. ദ ഡോമിനന്റ് ഫാക്ടർ ഈസ് അൺഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ് സെൽഫ്. ആ ഡോമിനന്റ് ഫാക്ടറിന് പോലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. കണ്ടോ, അതിന് എക്സാമ്പിൾ ആണ് മിറാബിലിസ് ജലപ്പ, അതായത് 4 o'clock പ്ലാന്റ്, ആന്റിയുറൈനം അതായത് സ്നാപ് ഡ്രാഗണും മിറാബിലിസ് ജലപ്പയാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്.
ഇനി എന്താണ് കോഡോമിനൻസ് നോക്കാം. ബോത്ത് ക്യാരക്ടർ ആർ ഈക്വലി എക്സ്പ്രസ്ഡ്, അതായത് രണ്ട് പാരന്റ്സിന്റെ സ്വഭാവവും ഒരുമിച്ച് കിട്ടും കോഡോമിനൻസ്. ലോ ഓഫ് ഡോമിനൻസിൽ എന്താണ്, ഏതെങ്കിലും F1 ജനറേഷനിൽ ഏതെങ്കിലും ഒരു പാരന്റിനേക്കുള്ള എക്സ്പ്രസ് ആയിട്ട് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ രണ്ട് ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്തിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ്, സിക്കിൾ സെൽ അനീമിയ, കോട്ട് കളർ ഇൻ കാറ്റിൽ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഒരു എക്സാമ്പിൾ നോക്കി, ഇവിടെ പാരന്റിന് ഈ F1 ജനറേഷൻ ഉണ്ടാക്കുന്ന രണ്ട് പാരന്റ്സിന്റെയും ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട് ഇല്ലേ. അപ്പൊ ഇതാണ് കോഡോമിനൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പും സിക്കിൾ സെൽ അനീമിയയും കോട്ട് കളർ ഇൻ കാറ്റിൽ എന്ന് പറയുന്നത് കോഡോമിനൻസിന്റെ എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് മൾട്ടിപ്പിൾ അല്ലീൽ. മോർ ദാൻ 2 alternate ഫോം ഓഫ് സെയിം ജീൻ ആർ കോൾഡ് മൾട്ടിപ്പിൾ അല്ലീൽ. അപ്പൊ എന്താണ്, ഒരു ജീനിന്റെ തന്നെ രണ്ടിൽ കൂടുതൽ ആൾട്ടർനേറ്റീവ് ഫോംസിനെയാണ് മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ സെയിം ലോക്കസ് ഓഫ് എ ക്രോമസോം. ഇപ്പോ ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിന് 3 അല്ലീൽസ് ഇല്ലേ. ഓക്കെ, അപ്പോ ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ IA, IB, സ്മോൾ I ഇങ്ങനെ 3 അല്ലീൽസ് വരും. ഇതാണ് മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്താണ് നോക്കാം. വെൻ വൺ ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ മോർ ദാൻ 1 ജീൻ. ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് ഒന്നീ കൂടുതൽ ജീൻ, അതാണ് പോളിജീൻ. കണ്ടോ, ഒന്നീ കൂടുതൽ ജീനാണ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിനെയാണ് പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഹ്യൂമൻസിലുള്ള സ്കിൻ കളർ, വെയിറ്റ്, ഹൈറ്റ്, ഐ കളർ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മോർ ദാൻ 1 ജീൻസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു. നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്ത് കുറേ ഉണ്ടല്ലോ. ഓക്കെ, ഫാദർ ഓഫ് ജെനറ്റിക്സ്. ഇപ്പൊ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത് ആരാണ്? ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത് മെൻഡൽ ആണ്. എക്സ്പെരിമെന്റൽ ജെനറ്റിക്സ് എന്ന് പറയുന്നത് മോർഗന്റെ ആണ്. മോഡേൺ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഫാദർ എന്ന് പറയുന്നത് W. ബെയ്റ്റ്സൺ ആണ്. ഈ ബെയ്റ്റ്സൺ തന്നെയാണ് ജെനറ്റിക്സ് എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത്. വാട്ട് ഈസ് ജെനറ്റിക്സ്? ഹെറിഡിറ്റിയും വേരിയേഷനെ കുറിച്ചുള്ള പഠനമാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി പുന്നറ്റ് സ്ക്വയർ ആണ് R.C. പുന്നറ്റ്, അതായത് പുന്നറ്റ് സ്ക്വയർ കണ്ടെത്തിയത് R.C. പുന്നറ്റ് ആണ്. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആരുടെയാണ്? സട്ടൺ ആൻഡ് ബോവറി. മെന്റലിന്റെ വർക്ക് റീഡിസ്കവർ ചെയ്ത ആൾക്കാണ് ഡീവ്രീസ്, സ്റ്റേഷ്മാർ, കോറൻസ്. ലിങ്കേജ് എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് TH. മോർഗൻ ആണ്. എക്സ് ബോഡി എന്ന് പറയുന്ന പേര് കൊടുത്തത് ഹെങ്കിങ് ആണ്. അല്ലീൽ എന്ന് പറയുന്നത് ഒരു ജീനിന്റെ ആൾട്ടർനേറ്റീവ് ഫോം ആണ് അല്ലീൽ എന്ന് പറയുന്നത്. ഫിനോടൈപ്പ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. ജിനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ജനറേഷനും ക്യാരക്ടർ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നതിനാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസിൽ ഉണ്ടാവുന്ന ഡിഫറൻസുകളാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. മെന്റലിന്റെ വർക്ക് എന്ന് പറയുന്നത് 1856 മുതൽ 1863 വരെയാണ്. മെന്റൽ സക്സസ് ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം അദ്ദേഹം ഒരു ക്യാരക്ടർ മാത്രമേ ഒന്നിൽ കൂടുതൽ ക്യാരക്ടർ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പീ പ്ലാന്റ് സെലക്ഷൻ അദ്ദേഹം എടുത്തത് പീ പ്ലാന്റ് ആണ്. കാരണം പീ പ്ലാന്റ് കുറച്ച് ലൈഫ് സൈക്കിളേ ഉള്ളൂ, കുറച്ച് ഷോർട്ട് ലൈഫ് സൈക്കിളാണ് അതിനുള്ളത്. മാത്രമല്ല ഇതിന് കുറെ ക്യാരക്ടേഴ്സ്, 7 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. സെൽഫ് പോളിനേറ്റ് എന്നുള്ള കഴിവൊക്കെ പീ പ്ലാന്റിനുണ്ട്. അതിന് അദ്ദേഹം മോണോ ഹൈബ്രിഡ് ക്രോസ് മനസ്സിലാക്കി തരാൻ 2 റൂൾസ് കൊണ്ടുവന്നു. അതാണ് ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗാമീറ്റ് ഉണ്ടാവുന്ന സമയത്ത് അല്ലീലുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുകയും മിക്സ് ചെയ്യുകയും ചെയ്യൂല, അത് സെപ്പറേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ലോ ഓഫ് ഡോമിനൻസിൽ പറയുന്നത് എന്താണ്, അതായത് 2 പാരന്റ്സ് തമ്മിൽ ചേരുമ്പോൾ F1 ജനറേഷനിൽ ഒരു പാരന്റിനെ ഡോമിനേറ്റ് ചെയ്ത് കാണിക്കും, മറ്റേതിനെ റെസസീവ് ആക്കി, അതായത് ഒളിഞ്ഞിരിക്കും മറ്റേ ക്യാരക്ടർ. ഇനി അത് പാലിക്കാത്ത ആൾക്കാരാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസും അതുപോലെ തന്നെ കോഡോമിനൻസും. ഇനി ലോ ഓഫ് സെഗ്രിഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മോണോ ഹൈബ്രിഡ് ക്രോസ് വഴിയാണ്, അത് വയലേറ്റ് ചെയ്യുന്നത് നോൺ ഡിസ്ജങ്ഷൻ വഴിയാണ്. ഇനി ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ് വഴിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങനെ 2 പെയറും വെൻ 2 പെയർ ഓഫ് ട്രൈബ്സ് ആർ കമ്പൈൻഡ് ഇൻ എ ഹൈബ്രിഡ് സെഗ്രിഗേഷൻ ഓഫ് 1 പെയർ ഓഫ് ക്യാരക്ടർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് അതർ പെയർ. അതായത് ഒരു പെയർ എന്ന് പറയുന്നത് മറ്റേനൊന്നും ഇൻഡിപെൻഡന്റ് നോക്കാതെയാണ് സെഗ്രിഗേറ്റ് ചെയ്ത് പോകുന്നത്. അതിന് എക്സംഷൻ ആണ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവര് ലോ ഓഫ് ഡോമിനൻസ് എന്തായാലും വയലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ലോ ഓഫ് ഡോമിനൻസ് അനുസരിച്ച് F1 ജനറേഷനിൽ ഏതെങ്കിലും ഒരു പാരന്റെ ക്യാരക്ടർ കാണിച്ചിരിക്കണം, ഡോമിനന്റ് ആയിട്ട് കാണിക്കണം എന്നാണ്. പക്ഷെ ഇവർക്ക് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ കേസിൽ പാരന്റ്സിനെ എക്സ്പ്രസ് ചെയ്യാതെ 2 പേർക്കും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഫോം ചെയ്തേക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് മിറാബിലിസ് ജലപ്പയം, അതുപോലെ തന്നെ സ്നാപ് ഡ്രാഗൺ. കോഡോമിനൻസ് എന്ന് വെച്ചാൽ 2 പാരന്റ്സിനെയും ഈക്വലി കാണിക്കുന്നതാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ അല്ലീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലീൽസ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് ജീൻ ആണ്. അപ്പൊ 2 കൂടുതൽ ആൾട്ടർനേറ്റീവ് ഫോംസ് ഉണ്ടെങ്കിൽ അതിനെയാണ് മൾട്ടിപ്പിൾ അല്ലീൽ എന്ന് പറയുന്നത്. ഇപ്പൊ ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 3 അല്ലീൽസുകൾ ഉണ്ട്. ഇനി പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ 1 കൂടുതൽ ജീൻ. ഇത്രേ ഉള്ളൂ.